അഭിമന്യു വധക്കേസിലെ രേഖകൾ നഷ്ടപ്പെട്ടത് 2019 ജനുവരിയിൽ. രേഖകൾ നഷ്ടപ്പെടുന്നത് സാധാരണമെന്നും ഈ കേസിന് മാത്രമായി പ്രത്യേകതയുള്ളതായി കാണേണ്ട എന്നും കോടതി. രേഖകൾ പുനഃസൃഷ്ടിക്കുന്നതിൽ പ്രതിഭാഗം എതിർപ്പറിയിച്ചെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. പ്രതിഭാഗത്തിന്റെ വാദം പരിശോധിക്കുന്നതിനായി 25ലേക്ക് മാറ്റി. രാഗിൻ വിവരങ്ങളുമായുണ്ട്. രാഗിൻ, കോടതി എന്താണ് ഇങ്ങനൊരു സാധാരണമായി കണക്കാക്കണമെന്ന നിലയിൽ കോടതി പറയാനുള്ള കാരണം? ദിവിഷ്, അഭിമന്യു വധക്കേസിൽ നേരത്തെ രേഖകൾ നഷ്ടപ്പെട്ടത്, കോടതിയിൽ നിന്നും രേഖകൾ നഷ്ടപ്പെട്ടത് വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഇത് റീകൺസ്ട്രക്ട് ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് കേസ് പോസ്റ്റ് ചെയ്തത്. ഈ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ലഭിച്ച ഈ രേഖകളുടെ പകർപ്പെല്ലാം കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ കോടതിയാണ് വ്യക്തമാക്കിയത് 2019 ജനുവരിയിലാണ് യഥാർത്ഥത്തിൽ ഈ രേഖകൾ നഷ്ടമായത്. അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, കോടതിക്ക് തന്റെ മുന്നിലേക്ക് വരുന്നത് 2023 സെപ്റ്റംബറിലാണ്. അപ്പോൾ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഹൈക്കോടതിയാണ് റീകൺസ്ട്രക്ഷൻ ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കുകയാണെന്നും പറഞ്ഞു. അതിനുശേഷമാണ് ഈ റീകൺസ്ട്രക്ഷനെ, അതായത് രേഖകൾ പുനർനിർമ്മിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനുള്ള പ്രക്രിയയാണത്. അതിനെ എതിർത്തുകൊണ്ട് പ്രതിഭാഗം രംഗത്ത് വന്നത്, ഒരു ഒബ്ജക്ഷൻ നൽകിയത്. ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞു പ്രതിഭാഗത്തിന് നൽകിയ രേഖകളുമായി ഇത് ഒത്തുനോക്കാമെന്നും പറഞ്ഞു. അതിനുശേഷമാണ് കോടതി പറഞ്ഞത് ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും രേഖകളൊക്കെ നഷ്ടമാകാറുണ്ട്, ചിലത് മിസ്പ്ലേസ് ചെയ്യപ്പെടാറുണ്ട്, അത് മിസ്മാച്ച് ഒക്കെ ആവാറുണ്ട്. അത് സാധാരണമായി അല്ലെങ്കിൽ യൂഷ്വലായി പല കോടതികളിലും പലതും സംഭവിക്കുന്നതാണ് ഇങ്ങനെ. പക്ഷേ ഈ കേസിൽ മാത്രമായി ഒരു പ്രത്യേകതയുള്ളതായി കാണേണ്ടതില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. എല്ലാ കേസും പോലെ ഒരു കേസാണ് കോടതിക്ക് മുന്നിൽ ഈ കേസ് എന്ന കാര്യവും കോടതി സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.